ആയിക്കോട്ടെ. ആ ശരി. ലൊക്കേഷനോ? ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുന്നില്ലേ, പിന്നെ നീ ആർക്കാ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? അതെ, സുരഭിയെ വിളിച്ചേ. അവളോട് അഭിഷേക് പറഞ്ഞത്രേ അവള് പിക്ക് ചെയ്യാൻ പോവാന്ന്. അന്നേരം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ എനിക്കും കൂടെ പോവാലോ, ഏട്ടനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണെന്ന്. പിന്നെ അശ്വതിനെയും ഓൺ ദ വേ പിക്ക് ചെയ്യാം. ഏത് അഭിഷേക്? ഞങ്ങളുടെ ഒപ്പൊക്കെ പഠിച്ച അഭിഷേക്, ഞാൻ പറഞ്ഞിട്ടില്ലേ, PWD ജോലി ചെയ്യുന്ന അവനാ. ഓ, അപ്പൊ വെറുതെ അല്ല ലിപ്സ്റ്റിക്കും ഐഷാഡൊക്കെ ഇട്ട് കണ്ണാടിന് മുന്നിൽ ഇങ്ങനെ 2 മണിക്കൂർ നിന്ന് ഒരുങ്ങിയത്. എന്തൊരുങ്ങിന്ന്? ഞാൻ അഭിഷേകിനെ കാണാൻ വേണ്ടിട്ട് ഒരുങ്ങി പോകാനാ നിങ്ങൾ വിചാരിച്ചത്? അവൻ ഞങ്ങളുടെ കൂടെ പഠിച്ചൊരുത്തനാ, കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരൊക്കെ ഉണ്ട്. ആ, ഇപ്പൊ ഇതൊക്കെയാണല്ലോ ഒരു ട്രെൻഡ്. നെയ്യൻ ട്രെൻഡിന്റെ പുറകെ പോകുന്ന ഒരാളാണല്ലോ. ഇപ്പൊ കുറെ ഭർത്താക്കന്മാരെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഭാര്യമാരെ അങ്ങോട്ട് മടുക്കും. പിന്നെ ഈ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ട് അവരുടെ നമ്പർ എവിടുന്നെങ്കിലും തപ്പി പെറുക്കിയിട്ട് വിളിച്ച് ഒരു ഗ്യാതറിങ് നടത്തും. എന്തിനാ വെറുതെ പേരുദോഷം കൽപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടാത്ത സ്ഥലത്തേക്ക് ആൾക്കാർ കൂടെ പോകാൻ നിൽക്കുന്നു? ഓ, നിങ്ങൾ നിങ്ങളുടെ ഒരു പണ്ടത്തെ ചിന്താഗതിയോ നിർത്തുന്നുണ്ടോ? ഒരാളപ്പം പോയിട്ടുണ്ടെങ്കിൽ പേരുദോഷം കേൾപ്പിക്കാൻ. അഭിഷേക് മാത്രമൊന്നും അല്ല, അശ്വിനും രാജേഷും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും അവിടുന്ന് ജോയിൻ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാ പോകുന്നത്. അവരെന്താ പുണ്യാളന്മാരാ? എടി, ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്താ വിചാരിച്ചേ എല്ലാരും നിന്നെ പോലെയാന്ന്? അവർക്ക് അങ്ങനെ പോണെങ്കിൽ അവര് 3 ജെൻസിന് മാത്രം പോയിക്കൂടെ? നിങ്ങളെ പെണ്ണുങ്ങളെ പുറകെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിന്റെ പുറകിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ദുരുദ്ദേശമല്ല, കുരുദ്ദേശമുള്ളത്. ഒരു വിവരക്കേട് വിളിച്ചു പറയുന്നത്. എന്നെ നോക്കാൻ എനിക്കറിയില്ലേ, ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ മാന്യനായിട്ട്. അല്ല, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴേ ഈ ഇൻസ്പെക്ഷനോ അതിനൊന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലേഡി സ്റ്റാഫിനോ പോകാറില്ല? അതൊന്നും കുഴപ്പമില്ല. അവരെങ്ങനെ നിങ്ങളെ കൂടെ കൂട്ടുന്നത്? ഇങ്ങനെ ദുരുദ്ദേശം വെച്ച് നടക്കുന്ന ആണുങ്ങളാണ് നാട്ടിലെല്ലാം ഉള്ളെങ്കിൽ. എല്ലാവരും സമൂഹത്തിൽ അല്പം നിലയും വിലയും വ്യക്തിത്വം ഒക്കെ ഉള്ള ആൾക്കാരാ. എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയാണെങ്കിൽ അപ്പം തുടങ്ങിക്കോളും ഇങ്ങനെ ഓരോരോ പൊട്ടത്തരായിട്ട് വരാൻ വേണ്ടിട്ട്. നൈഷാഡ് ഇട്ട പ്രശ്നം, ലിപ്സ്റ്റിക് ഇട്ട പ്രശ്നം, മര്യാദക്ക് ഡ്രസ് ഇട്ട പ്രശ്നം. നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ? നീ എന്താടി ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ 2-3 ഫ്രണ്ട്സ് കൂടെ വരാന്ന് പറഞ്ഞപ്പോഴത്തേനും നീ വലിയ ആളാവാൻ നിൽക്കുകയാണോ? എവിടെ പോയാലും നീ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ? മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും. ഞാൻ എന്തിനു മര്യാദയ്ക്ക് സംസാരിക്കണം? നിങ്ങൾ എന്നോട് മര്യാദയ്ക്കാണോ സംസാരിക്കുന്നത്? എന്നെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ തിരിച്ചൊന്നും പറയണ്ട, മിണ്ടാടെ കേട്ട് നിൽക്കണം. ഞാൻ ഒരു കാര്യം പറയാം. കുറെ കാലമായി ഞാൻ അത് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചേ നിങ്ങളുടെ ചിന്താഗതിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും മാത്രം അനുസരിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എന്റേതായ രീതികളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ മാറ്റിവെച്ചു. ഇതിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് എല്ലാവരും കൂടി കൂടാൻ നിൽക്കുക. അന്നേരമാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഇമ്മാതിരി വൃത്തിയോട് പറയുന്നത്.